ഇന്ന് നമുക്ക് ചക്ക വേവിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചക്ക വേണം, അത് നടുവേ മുറിക്കണം. അതിന് ശേഷം അടുത്തത് കാണിച്ചു തരാം. അടുത്തതിന് ഒരു സൈഡിൽ നിന്ന് ഒരു വെട്ട് കൂടെ കൊടുക്കും. അങ്ങനെ 4ആയിട്ട് മുറിക്കും. കേട്ടോ, ഇതുപോലെ. ആൻറ്റിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ബാക്കിയൊക്കെ ആൻറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നാലായിട്ട് അങ്ങനെ മുറിച്ച് വെച്ചു. ഞങ്ങളുടെ വീട് അയ്യോ താഴ്പോയോ, വേറെ തരാം. കഴിച്ചോ കഴിച്ചോ, അല്ല കഴിച്ചോ. വീണ്ടും അടുത്ത ചക്ക എത്തിയിരിക്കുകയാണ്. ഇത് ഇനി എന്നൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ആൻറ്റി പറഞ്ഞു തരാമെന്നാണ് ഇതിൽ കൂടെ പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലെ കറയെല്ലാം ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യണം. കണ്ടോ, കറയെല്ലാം ഇതിൽ വരും. അപ്പോൾ അധികം കയ്യിലും ആവത്തില്ല, കത്തിയിലും ആവത്തില്ല. കുരുവെല്ലാം എടുത്ത് ഇത് ക്ലീൻ ചെയ്ത് അടുത്തത് ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ അകത്ത് കുരുവെല്ലാം ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ കുരുവെല്ലാം എടുത്ത് ഇതുപോലെ അരിയണം. കണ്ടോ ചേച്ചി, അരിയുന്ന കണ്ടോ? അരിഞ്ഞ് ഫോട്ടോയെല്ലാം കാണിച്ചു. ഇതോ ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കണം. അടുത്തത് ചക്ക പുഴുകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചക്ക വേവിക്കാൻ തേങ്ങ ചിരണ്ടുവാണ്. പറഞ്ഞു. അങ്ങനെ തേങ്ങ ചിരണ്ടി കഴിഞ്ഞു. ഇതിനെന്നൊക്കെ അരയ്ക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പം ഇതിനെന്നൊക്കെ അരയ്ക്കണം: മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, കുരുമുളക്, പച്ചമുളക്. പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി മുളകും ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് അരയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതയ്ക്കുമ്പോൾ കറിവേപ്പിലയും മഞ്ഞളും കൂടെ ആഡ് ചെയ്യണം. എടുത്തതെല്ലാം കൂടെ ചതയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് എടുത്തു. ഇനി അതെല്ലാം കൂടെ ചതയ്ക്കാൻ പോവാം. എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കണം. അത് നമ്മൾ ചക്കയ്ക്കകത്തോട്ട് ഇടുവാണേ. ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടുന്നു. ഒന്നുകൂടെ പറ. നമ്മൾ ചതച്ച അരപ്പ് അതിലേക്ക് ഇടുന്നു. ഒരു ട്രിപ്പും കൂടെ തേങ്ങ ചതച്ചെടുത്തിട്ട് വരണം. കുറേ കൂടെ വേണം അല്ലേ? ഇപ്പം നമ്മൾ നിറയെ തേങ്ങ നിറയെ ഒത്തിരി തേങ്ങ ഇടുന്നതാണ്. ഒരു തേങ്ങ ഇടുന്നതാണ് ഇത്രയും ചക്കയ്ക്ക് രുചി കിട്ടുന്നത്. ഇപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എത്തേരം വെള്ളം ഒഴിക്കണം, അത് കാണിക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഈ കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഈ ചക്കയ്ക്ക് ആവശ്യം. മൊത്തം 2.5 കപ്പ് വെള്ളം. കപ്പ് ഈ കപ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓരോ ചക്കയുടെ ഇതനുസരിച്ച് വേണം. കട്ടിയുള്ള ചക്കയാണോ വേവുള്ള ചക്കയാണോ നോക്കി വേണം വെള്ളം ഒഴിക്കാം. വെള്ളം അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് നോക്കി ഒഴിക്കണം. ഇപ്പം ആവി പോകാത്ത പാത്രത്തിൽ വെച്ച് നല്ല ടൈറ്റ് മൂടി വെച്ച് നല്ല ആവി കയറ്റണം. എത്ര മിനിറ്റാണ്? ഒരു 20 മിനിറ്റ് ഇങ്ങനെ ആവി കയറട്ടെ. അത് കഴിഞ്ഞ് കാണിക്കാം. ഇവിടെ മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. പച്ചമാങ്ങ, ചുമന്നുള്ളി, ഉപ്പ്, പച്ചമുളക്. ഇത് നമ്മൾ തേങ്ങ ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ അരച്ചെടുക്കും.
ചക്കപ്പുഴുക്കിന് കൂട്ടാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എന്നാ ഇത് അല്ല മാങ്ങാ ചമ്മന്തി. ചക്ക റെഡിയായെന്ന് നോക്കാൻ പോവാണേ. ആ, വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ലതായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കണം. നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കണം. ഇച്ചിരി ഉപ്പ് നോക്കാവേ. ഇതാ ഇപ്പോൾ ചക്കപ്പുഴുക്ക് റെഡി. ചക്ക ഇച്ചിരി എടുത്ത് മാങ്ങ അച്ചാറ്, കടുക് മാങ്ങ, മാങ്ങ ചമ്മന്തി, ഇന്ന് രാവിലത്തെ ബ്രേക്ക്. കടുക് മാങ്ങ അച്ചാറ് എടുത്ത് മാങ്ങ ചമ്മന്തിയും കൂട്ടി കടുക് മാങ്ങയും കൂട്ടി ഒരു പിടി പിടിക്കണം. കോഴിക്കറിയും ചക്കയാണ് ബെസ്റ്റ്. ഞങ്ങൾക്കിപ്പം കോഴി കൂട്ടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, ഞങ്ങളുടെ ഫാദർ മരിച്ചു പോയതുകൊണ്ട് കോഴി കൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കാന്താരി മുളക് പൊട്ടിച്ചതും കൂടെ കൂട്ടി നല്ലതായിട്ട് കഴിക്കാം. ഇപ്പം ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കടുമാങ്ങായും മാങ്ങാ ചമ്മന്തിയും കൂട്ടി കഴിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീഡിയോയിലുണ്ടായിരുന്നത് എൻ്റെ അമ്മയും അമ്മയുടെ അനിയത്തിയും എൻ്റെ മകനും എൻ്റെ ചേച്ചിയുടെ മകനുമാണ്. അപ്പോൾ എല്ലാവരും ചക്കയൊക്കെ വേവിച്ച് നന്നായിട്ട് കഴിക്കുക. ഓക്കെ.